ഏകദേശം 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മലേഷ്യ എത്താറായി. മലേഷ്യയിലേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ മലേഷ്യ ഡിജിറ്റൽ അറൈവൽ കാർഡ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഓൺലൈനായിട്ട് വരുന്നതിന്റെ 3 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എയർ ഏഷ്യയിൽ കോംപ്ലിമെന്ററി ആയിട്ട് 2 ക്യാബിൻ ബാഗ്സ് മാത്രമാണ് കിട്ടുക. അത് തന്നെ ടോട്ടൽ 7 kg മാത്രമേ പറ്റുള്ളൂ. ഇമിഗ്രേഷൻ എത്തുന്നതിന്റെ മുമ്പ് കയ്യിൽ ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. Passport, confirmed return flight tickets, confirmed hotel bookings and Malaysia digital arrival card. And that's all. Welcome to Malaysia. ഇമിഗ്രേഷൻ കഴിഞ്ഞ് ആദ്യം ഞങ്ങൾ നോക്കിയത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നു. അറൈവൽ ഹോൾ കഴിഞ്ഞാൽ ഉടൻ ഫുഡ് ആർക്കേഡിൽ എത്താൻ പറ്റും. ഫുഡ് ആർക്കേഡിൽ മലേഷ്യൻ, ജാപ്പനീസ്, കൊറിയൻ തുടങ്ങിയ ഒരുപാട് ഫുഡ് വെറൈറ്റീസ് ഉണ്ട്. From here we get a beautiful view of airport runway. ലെവൽ 1-ലുള്ള ഡോർ 5-ലേക്കാണ് ടാക്സി എല്ലാം വരിക. എല്ലാവരും അവരുടെ ടാക്സിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് കാണാം. ആൻഡ് ഫൈനലി ഞങ്ങളുടെ ടാക്സിയും വന്നു. മലേഷ്യയിൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ യൂസ് ചെയ്തത് 2 ആപ്സാണ്, ഗ്രാബ് ആൻഡ് ബോൾട്ട്. ഈ ആപ്പ് വഴി നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ടാക്സി ബുക്ക്. ബിഫോർ വി ഡൈവ് ഇൻ ടു അവർ 1-day ട്രിപ്പ്, ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് സം ഓഫ് ദി മേജർ ഡെസ്റ്റിനേഷൻസ് ഇൻ കോലാലംപൂർ. We are going straight to Kuala Lumpur city. You can also take KLIA Express from airport to KL Central. It will cost you only 45 per person. You can take a Grab at 75, which can accommodate up to 4 people. City has a well-connected metro system including monorail, commuter, SRT and MRT. And if you want a SIM card, which I would recommend, get one package based on your interest. പല സ്ഥലങ്ങളിലും ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കും. എന്നാലും ചെറിയ ഷോപ്സിനും സ്ട്രീറ്റ് ഫുഡിനൊക്കെ വേണ്ടി മലേഷ്യൻ റിങ്കറ്റ് കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. ഫൈനലി വി റീച്ച്ഡ് അറ്റ് അവർ ഹോട്ടൽ. ഞങ്ങൾ എടുത്തിരിക്കുന്ന റൂം എല്ലാ മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻസിൻ്റെയും അടുത്തായിട്ടാണ്. എയർബിഎൻബി വഴിയാണ് ഹോട്ടൽ ബുക്ക് ചെയ്തത്. യു ക്യാൻ ഓൾസോ യൂസ് ദ ആപ്സ് ലൈക്ക് ക്ലൂക്ക് ആൻഡ് booking.com. ഹോട്ടൽ ചെക്ക് ഇൻ ടൈം 3 മണിയാണ്. സോ ലഗേജസ് എല്ലാം ഹോട്ടൽ ലോക്കറിൽ വെച്ചിട്ട് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി. റൂം എടുക്കുമ്പോൾ സിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരം പോകാതെ ശ്രദ്ധിക്കുക. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് ബുക്കിറ്റ് ബിൻടാങ് അല്ലെങ്കിൽ KLCCക്ക് അടുത്തുള്ള ഹോട്ടലുകളാണ്. കാരണം അവിടെ നിന്ന് വി ക്യാൻ വാച്ച് ദ ബ്യൂട്ടിഫുൾ വ്യൂ ഓഫ് പെട്രോണസ് ട്വിൻ ടവർ ആൻഡ് വിച്ച് വിൽ ബി ക്ലോസ് ടു all major attractions. Now we are at the River of Life. River of Life is a beautiful waterfront project in Kuala Lumpur. Right next to the River of Life is the historic Sultan Abdul Samad Jamak Mosque. പിന്നെ ഞങ്ങൾ ഇൻഡിപെൻഡൻസ് സ്ക്വയറിലോട്ട് നടന്നു. ഇവിടെയാണ് മലേഷ്യൻ ഫ്ലാഗ് 1957 ആദ്യമായിട്ട് ഉയർത്തിയത്. ഇൻഡിപെൻഡൻസ് സ്ക്വയറിൽ നമ്മൾ മെയിനായിട്ട് കാണുന്ന ബിൽഡിംഗ് ആണ് സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിംഗ്, എ മാസ്റ്റർ പീസ് ഓഫ് മോറിഷ് ആർക്കിടെക്ചർ ബിൽഡ് ഇൻ 1897. അവിടെ നിന്ന് ഞങ്ങൾ പെട്രോണസ് ട്വിൻ ടവറിലേക്ക് പോകാൻ ഒരു ടാക്സി കയറി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ട്വിൻ ടവേഴ്സ് ആണ് പെട്രോണസ് ട്വിൻ ടവേഴ്സ്. കോലാലംപൂരിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ലാൻഡ്മാർക്ക് കൂടിയാണ് ഈ ടവേഴ്സ്. അതിനുശേഷം ഞങ്ങൾ ട്വിൻ ടവറിൻ്റെ അകത്ത് കയറി. ഇൻസൈഡ് വി ഗോട്ട് ടു സീ എ F1 റേസ് കാർ ഓൺ ഡിസ്പ്ലേ. അവിടുന്ന് ഞങ്ങൾ നേരെ സൂര്യ KLCCക്ക് പോയി. സൂര്യ KLCC ഒരു ഷോപ്പിംഗ് മോളാണ്. 6 സ്റ്റോറി ഷോപ്പിംഗ് മോൾ ലൊക്കേറ്റഡ് അറ്റ് ദ ഫുട്ട് ഓഫ് ട്വിൻ ടവേഴ്സ്. ഞങ്ങൾ ക്രിസ്മസ് ടൈമിലാണ് വന്നത്. ക്രിസ്മസ് ഡെക്കറേഷൻസും ഇൻസ്റ്റലേഷൻസും ഒക്കെ കണ്ട് ഞങ്ങൾ അകത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. മാളിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ മുമ്പ് അവിടുന്ന് തന്നെ ഞങ്ങൾ ചെറുതായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഏകദേശം ഹോട്ടൽ ചെക്ക് ഇൻ ടൈമായി. സോ ഞങ്ങൾ ഒരു ടാക്സി പിടിച്ചിട്ട് നേരെ ഹോട്ടലിലോട്ട് വന്നു. ചെക്ക് ഇൻ ചെയ്തു. നമ്മൾ കോറിഡോറിലൂടെ നടന്നു വന്ന് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് പുറത്തുള്ള ബ്യൂട്ടിഫുൾ സിറ്റി വ്യൂ ആണ്. ആ വിൻഡോയുടെ സൈഡിലായിട്ട് നമുക്ക് സിറ്റി വ്യൂ കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ളൊരു സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ സീറ്റിംഗ് സ്പേസിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചെറിയൊരു ഡൈനിങ് സ്പേസും കൂടെ ഉണ്ട്.
റൂം മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേർണിച്ചേഴ്സും ഡെക്കോസും എല്ലാം നല്ല നീറ്റായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ കയറി വരുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ടോയ്ലറ്റ് സ്പേസ്. കയറി വരുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ കിച്ചൺ സ്പേസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് അത്യാവശ്യം കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സൈഡിലായിട്ട് നമുക്കൊരു വാഷിംഗ് മെഷീനും കൂടെ വരുന്നുണ്ട്. കുറച്ച് സമയം റൂമിൽ റെസ്റ്റ് എടുത്തതിന് ശേഷം ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി. ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് തന്നെ ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കോസി ആൻഡ് പീസ്ഫുൾ വൈബായിരുന്നു പുറത്തുണ്ടായിരുന്നത്. ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നടന്നു. അടുത്തത് ഞങ്ങൾ പോകുന്നത് അക്വേറിയ KLCCക്കാണ്. കോലാലംപൂർ കൺവെൻഷൻ സെൻറ്ററിൻ്റെ താഴെയാണ് അക്വേറിയ KLCC. എൻട്രി ടിക്കറ്റ് നമുക്ക് ക്ലൂക്ക് ആപ്പിൽ ബുക്ക് ചെയ്യാം. വീക്ക് ഡേയ്സും വീക്കെൻഡും സെപ്പറേറ്റ് ചാർജാണ് വരുന്നത്. കമ്പാരിറ്റീവ്ലി ക്ലൂക്കിൽ റേറ്റ് കുറവാണ്. ഇവിടുത്തെ ബെസ്റ്റ് അട്രാക്ഷൻ ഈസ് ദ അണ്ടർ വാട്ടർ ടണൽ which is 90 meters long. Walking through it feels like being inside the ocean. അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്രോണസ് ടിൻ ടവറിൻ്റെ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോയി. ദാറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. പിന്നെ അത് കഴിഞ്ഞ് 7-Eleven പോയിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് റൂമിലോട്ട് പോയി. നൈറ്റ് വ്യൂ ഓഫ് ദ കോലാലംപൂർ സിറ്റി ഫ്രം ദ ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂൾ വാസ് റിയലി ബ്യൂട്ടിഫുൾ. ഇവിടെ നിന്ന് പെട്രോണസ് ടിൻ ടവേഴ്സും KL ടവറും കാണാൻ പറ്റും. കുറച്ച് സമയം പൂളിൽ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ റൂമിലോട്ട് തന്നെ തിരിച്ചു പോയി. ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് നേരെ ക്രാബിയിലോട്ടാണ് പോകുന്നത്. 1:30ക്കാണ് ഫ്ലൈറ്റ്. ഞങ്ങൾ 10 മണിക്ക് തന്നെ ചെക്ക് ഔട്ട് ചെയ്തു. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട് എയർപോർട്ടിലേക്ക്. 11 മണിയായപ്പോൾ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എയർപോർട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒരു 1:30 ആയപ്പോൾ ഫ്ലൈറ്റ് എടുത്തു. It was just one day in Malaysia, but we made the most of it, and it was so unforgettable experience. Now it's time to say goodbye to Kuala Lumpur and head to our next destination, Krabi. Stay tuned for the next episode.